നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരേണ്ടുന്ന ഒരു വചനമാണിത്. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അനുഗ്രഹങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ്: അതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ മനുഷ്യരെയും ഓർക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം, ഒരു വിളി നമുക്കുണ്ട്. ഏത് അധ്വാനത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മൾ നന്ദിപൂർവ്വം നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടത്, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഈ കാറ്റഗറീസ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാർ പലപ്പോഴും സ്റ്റാഫ് മീറ്റിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചാലും എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും ഈ കുട്ടികളൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല, ഒരു മാറ്റവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ പരാതി പറയുന്നതാണ്. നമ്മുടെ വിഷമമാണ്, നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിതയ്ക്കുന്നതൊന്നും പാഴായി പോകുന്നില്ല. ദൈവത്തിന്റെ സമയത്ത് ആ വിത്ത് അത് മുളയ്ക്കും. കാരണം നമ്മൾ വിതയ്ക്കുന്നത് നമ്മുടെ വചനമല്ല, നമ്മൾ വിതയ്ക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം അങ്ങനെ പാഴായി പോവില്ല, ഒരിടത്തും പാഴായി പോവില്ല. അത് ദൈവത്തിന്റെ സമയത്ത് വിതയ്ക്കപ്പെട്ടെടുത്ത് അത് മുളച്ച് പൊന്തും. ചിലപ്പോൾ കുറെ നാളത് മണ്ണിന്റെ അടി കിടക്കും, പക്ഷെ ഒരു ദിവസം അത് മുളച്ച് പൊന്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ ഫലമുണ്ട്. നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയും. ആമസോൺ കാടുകളിൽ ഒരു പൂമ്പാറ്റയുടെ ചിറകനക്കം പോലും നമ്മൾ ജീവിക്കുന്ന ഈ പറവൂര് ഇവിടുത്തെ കാലാവസ്ഥയെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. എത്രയോ ദൂരെ നടക്കുന്ന ഒരു ചെറിയ, വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് ഒരു പൂമ്പാറ്റയുടെ ചിറക് അനങ്ങുക എന്ന് പറയുന്നത്. അതുപോലും ഇത്രയേറെ ദൂരെ മാറി നമ്മൾ ജീവിക്കുന്ന ഈ ഇടത്തിൽ പോലും അതിൻ്റെ മാറ്റങ്ങൾ കാലാവസ്ഥയിൽ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ കൊച്ചു പ്രവൃത്തിയും, നമ്മുടെ വാക്ക്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഒരു പുഞ്ചിരി, അത് ആരുടെയൊക്കെയോ ജീവിതത്തിൽ വലിയ ഫലം കായ്ക്കാനായിട്ടുള്ള ഒരു വിത്താണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പെട്ടെന്ന് ഫലം കണ്ടെന്ന് വരില്ല. നമ്മൾ ജീവിക്കുന്ന ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ കാലത്ത് നമ്മൾ പെട്ടെന്ന് ഫലം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല, ദൈവത്തിന്റെ സമയം അങ്ങനെയല്ല. ആ സമയം ദൈവത്തിന്റെ സമയമാകുമ്പോൾ മുളച്ചു പൊന്തേണ്ടതൊക്കെ മുളച്ചു പൊന്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യരെ ഓർക്കാൻ നമ്മൾ ഈ വചനം എപ്പോഴും ഓർക്കണം. അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആർക്കൊക്കെയോ വേണ്ടിയുള്ള അനുഗ്രഹത്തിന്റെ കൊച്ചു വിത്തുകളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അത് വിതയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ.